ക്രാഫ്റ്റിംഗ് എങ്ങനെ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു തരാം. കോഴിക്കോടൻ ഹൽവയുടെ സ്വാദ് നീ ഒരിക്കലും അറിഞ്ഞിരിക്കാൻ സാധ്യതയില്ല. ഒരു പൂച്ചയുടെ ഹൃദയം പോലെ മൃദുലമാണ് കോഴിക്കോടൻ ഹൽവ. സ്വാദുകളുടെ രാജ്ഞിയാണ് ഈ കോഴിക്കോടൻ ഹൽവ. ഒരു പൂച്ചയുടെ ചിരി പോലെ സൗന്ദര്യമാണ് കോഴിക്കോടൻ ഹൽവ. കോഴിക്കോടൻ ഹൽവയുടെ സ്വാദ് എന്താണെന്ന് നീ അറിയാൻ ഒരിക്കലും സാധ്യതയില്ല. അടിപൊളി അടിപൊളി അടിപൊളി. ഇങ്ങനത്തെ ഒരു അഭിനയം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇത്ര സൂപ്പർ അഭിനയമാണ്. സത്യത്തിൽ ആരാണിവൾ? ഞാൻ ആരാണെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് സ്റ്റാർ. എന്തായാലും ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. എന്നെ കുറിച്ച് അറിയാവുന്ന എല്ലാവർക്കും തന്നെ ഞാൻ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാകും. നിന്റെ കാലുകൾക്ക് നല്ല സൗന്ദര്യമുണ്ട്. അതുകൊണ്ട് നീ ഇനി ചെരുപ്പിടാൻ പാടില്ല. ഒരു പക്ഷേ നീ ചെരുപ്പിട്ട് കഴിഞ്ഞാൽ നിനക്ക് നിർബന്ധമാണെങ്കിൽ നീ നടക്കുന്ന സ്ഥലമെല്ലാം എന്റെ സ്ഥലമായിരിക്കും. ഇനി എന്നും നീ എന്റെ സ്വന്തമാണ്. അതുപോലെ തന്നെ നിന്റെ ചെരുപ്പുകളും എനിക്ക് സ്വന്തമാണ്. എങ്ങനെയുണ്ട്? അടിപൊളി 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 അടിപൊളി. എടാ നിനക്കറിയില്ല നീ ആരാണെന്ന്. എനിക്കറിയാം, ഞാൻ പൂച്ചയാണ്. എടാ നീ കത്തിക്കും, കത്തിച്ച് കൊളുത്തും, കത്തിച്ച് കൊളുത്തും. നിന്റെ അഭിനയം കണ്ട ജനങ്ങൾ തുള്ളിച്ചാടും, ഇളകി മറിയും. ഞാനിത് സത്യസന്ധമായിട്ടാണ് പറയുന്നത്. ഇതിൽ 4 കൂട്ടുകാരെ ഒരു വില്ലനെ ഇടിച്ച് നിരപ്പാക്കുകയാണ്. അയ്യോ, നീ ആരാണെന്ന് മനസ്സിലായില്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരാം ഞാൻ ആരാണെന്ന്. അപ്പൊ നിനക്ക് മനസ്സിലാകും നീ ആരാണെന്ന്. എന്തിനാണ് നീ എന്നെ ഇങ്ങനെ തല്ലുന്നത്? കഞ്ഞിവെള്ളം എനിക്ക് ഇഷ്ടമല്ല. പിടിച്ചോ കൊണ്ടിരിക്കട്ടെ. ഞങ്ങൾ പബ്ലിക്കാണ് സാർ. ഞങ്ങൾ ഒരുപാട് തല്ലും. വാവ്, നിങ്ങളുടെ അഭിനയം എന്തായാലും നന്നായിട്ടുണ്ട്. ജോണി, ഞാൻ അടിക്കുന്ന അടിയിൽ നീ ഇന്നാകും ബിരിയാണി. പിടിച്ചോ. എന്റെ പൊന്നെ കിട്ടി ഇങ്ങനെ കുട്ടിയിരുന്നാലെങ്ങനെ? എന്നെ കൊന്നൊന്ന് രക്ഷിക്ക്. എല്ലാരും കൂടെ എന്നെ എവിടെ ഇട്ട് തല്ലി ചതയ്ക്കുകയാണ്. ഞാൻ പറയുന്നതൊക്കെ വളരെ സത്യമാണ്. അല്ല, എന്തിനാ തല്ലുന്നത്? നിർത്താനാ പറഞ്ഞത്. കിറ്റി, ഇയാളൊരു ഫ്രോഡാണ്. ഇയാളെ സിനിമയൊന്നും ചെയ്യാൻ പോകുന്നില്ല. അഭിനയത്തിന്റെ പേരും പറഞ്ഞ് എല്ലാവരുടെ കയ്യിൽ നിന്ന് കാശ് തട്ടിയെടുക്കുകയാണ്. കിറ്റി, ഇവര് പറയുന്നതൊക്കെ പച്ച കള്ളമാണ്. മാഡം, ഞാൻ ഇയാളുടെ കൂട്ടുകാരനാണ്. നിങ്ങളുടെ കൂട്ടുകാര് പറയുന്നത് സത്യമാണ്. ഞങ്ങള് സിനിമ ഒന്നും തന്നെ എടുക്കാൻ പോകുന്നില്ല. നിങ്ങളുടെ കയ്യിലുള്ള പൈസ തട്ടിപ്പറിക്കാൻ ഞങ്ങളുടെ ഒരു തന്ത്രമാണിത്. പറയുന്നേക്കവിടെ പാണ്ഡ സാറേ, സാർ എന്തായി ചെയ്യുന്നേ? എനിക്ക് ആ കോഴിയെ വേഗം പിടിക്കണം. ഇൻസ്പെക്ടർ പാണ്ഡയ്ക്ക് കോഴിയെ പിടിക്കാൻ പറ്റില്ല. വരൂ, നമുക്ക് അദ്ദേഹത്തെ സഹായിക്കാം. ആ കോഴിയെ പിടിക്കാൻ സഹായിച്ച ഇന്ന് പാണ്ഡ സാറിന്റെ വകയായിരിക്കും ഭക്ഷണം. സംശയമുണ്ടോ? അയ്യോ, ഇവരെന്താ ഈ കാണിക്കുന്നത്? വേഗം പൊക്കോ അവിടുന്ന്, അല്ലെങ്കിൽ നല്ല തല്ലി കിട്ടും എന്റെ. പോയി ഇവിടുന്ന്. ആ കോഴി വളരെ സൂത്രശാലിയാണ്. കോഴിയെ പിടിച്ചേ. സംശയമുണ്ടോ? രക്ഷിക്കണേ, അയ്യോ രക്ഷിക്കണേ. അയ്യോ, ഇതെങ്ങനെയാ? ഞാൻ വെച്ച പാല് മുഴുവൻ നശിപ്പിച്ച് കളഞ്ഞുള്ള തെമ്മാടി. അതിരിക്കട്ടെ, ഈ തണുത്ത പാലിൽ വേണം നീ എന്തിനാ രക്ഷിക്കണേ എന്ന് വിളിച്ച് പോകുന്നത്? ബുദ്ധി ചെലുത്ത്. ഞാൻ ബുദ്ധിയല്ല, ചെടിയാണ് മണ്ണിൽ നടുന്നത്.
അതൊക്കെ ഞങ്ങൾ വെച്ചോളാം. നീ വെള്ളം മാത്രം ഒഴിച്ചാൽ മതി. എടാ നിങ്ങൾ എന്താ ഈ കാണിക്കുന്നത്? എന്താ ഇതൊക്കെ? അല്ല നോക്കിയേ, എന്താ ഈ കാണിച്ചു വെച്ചിരിക്കുന്നതെന്ന്. സോറി കിറ്റ് കിറ്റ്. കുഴപ്പമില്ല, ഇപ്പൊ പറഞ്ഞേ, എന്നെ കണ്ടാൽ എങ്ങനെയുണ്ട്? എടാ ഞണ്ടിനെ കണ്ട ഞണ്ടിനെ പോലല്ലേ ഉണ്ടാവുക. സംശയമുണ്ടോ? എടാ ഞാൻ അതല്ല ചോദിച്ചത്, ഏത് ഹീറോയെ പോലും ഉണ്ടെന്നാ. ദാ നോക്കിയേ. കളി എന്നോട് വേണ്ട, കളി എന്താണെന്ന് നിന്നെ ഞാൻ പഠിപ്പിക്കും. ഇതെങ്ങനെയുണ്ട്? എന്റെ ഭായ്, തന്നെ കാണാൻ അല്പം ലൂസ് പോലെ ഉണ്ടായിരുന്നു. ഇപ്പൊ അത് മുഴുവനായിരിക്കുകയാണ്. എന്താ ഇത്? ഞാൻ എത്ര പ്രയാസപ്പെട്ട് അഭിനയിക്കുന്നത്, എന്നിട്ട് നിങ്ങൾ എന്നെ കളിയാക്കുവാണോ? അല്ല, നീ അഭിനയിക്കേണ്ട എന്താവശ്യമാണ് ഇപ്പൊ ഉള്ളത്? എടാ പ്രൊമോഷൻ കിട്ടി, കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞില്ലേ? എടാ ഞങ്ങളുടെ ഏരിയയിൽ കാസ്റ്റിംഗ് ഡയറക്ടർ വന്നിട്ടുണ്ട്, സിനിമയുടെ കാസ്റ്റിംഗ് നടന്നുകൊണ്ടിരിക്കുക. കൊച്ചളിയ, നമുക്കൂടി ഒന്ന് ശ്രമിച്ചു നോക്കിയാലോ? നിനക്കെന്താ വട്ടാണോ? ഇതൊക്കെ നമുക്ക് ആവശ്യമില്ലാത്ത പണിയാ. നിങ്ങൾ എന്താ ഇങ്ങനെ പെരുമാറുന്നത്? എല്ലാരും ട്രൈ ചെയ്യുകയാണ്. കിറ്റിയാണ് ഹീറോയിൻ. കിറ്റിയോ? ഇൻസ്പെക്ടർ പാണ്ഡ. എന്റെ അമ്മോ, നീ പാണ്ഡയല്ലടാ, ബോണ്ടയാ, ബോണ്ട. പോലീസുകാർ ഇങ്ങനെയാണോ ഇരിക്കേണ്ടത്? ഞാൻ പുതിയതായിട്ട് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആയതാ, പക്ഷെ എല്ലാ കാര്യങ്ങളും അറിയാം. എന്ത് കാര്യം എന്താണ് സാർ? കോരിയെന്നല്ലടോ, കാര്യങ്ങള്, അതായത് ഇൻഫർമേഷൻ. എന്റെ പേരറിയാമോ തനിക്ക്? മുകേഷ് മമ്മൻ. ഈഷ്, അപ്പൊ സാർ ആരുടെ മാമനായിട്ട് വരും? എന്റെ അമ്മോ, മാമൻ അല്ലടോ, മമ്മൻ, മമ്മൻ. ഫുൾ നെയിം മുകേഷ് മമ്മൻ കോച്ചി. എനിക്ക് എന്റെ ഡിപ്പാർട്ട്മെന്റിൽ ഇതുപോലെ അൺഫിറ്റായ ആൾക്കാരെ വേണ്ട, പ്രത്യേകിച്ച് സ്റ്റാമിന ഇല്ലാത്തവരെ. എനിക്ക് നല്ല സ്റ്റാമിനയുണ്ട് സാർ. ആണോ? പിന്നെ ആ കള്ളൻ എങ്ങനെയാ രക്ഷപ്പെട്ടത്? അത് സാർ, ആ കള്ളന് എന്നെക്കാളും അധികമായിട്ട് സ്റ്റാമിന ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവൻ വേഗത്തിൽ ഓടിപ്പോയി. ഈഷ്. എടോ, അത് തന്നെ ഞാനും പറഞ്ഞത്, തനിക്ക് ഓടാനുള്ള സ്റ്റാമിന ഇല്ലെന്ന്. താൻ അൺഫിറ്റ് ആണ്. പ്ലീസ് സാർ, എനിക്കൊരു അവസരം കൂടെ തരണം. ഓ എന്റെ ദൈവമേ, ആ കോൺസ്റ്റബിളിനെ അല്ല, കോഴിയെ, ആ കോഴിയെയാണ് പിടിക്കേണ്ടത്. എന്താ ഇത്? എങ്ങോട്ടേ പോകുന്നത്? നിക്കവിടെ. ഇല്ല, ഞാൻ ഈ കോഴിയെ വെറുതെ വിടാൻ പോകുന്നില്ല. ആ, താൻ അതിനെ പിടിച്ചില്ല എന്നുണ്ടെങ്കിൽ തന്നെ ഞാൻ ഇവിടുന്ന് പറഞ്ഞു വിടും. അമ്മാവാ, ദേ അമ്മാവന് വേണ്ടിട്ട് സോർദാർ ബദാമിന്റെ ഹൽവ തന്നയച്ചിട്ടുണ്ട്. ഇതാ നോക്കിയേ. കൊള്ളാലോ. ഓ, ഇനിയിപ്പോ വയസ്സാം കാലത്ത് ഞാൻ മധുരം കഴിച്ചിട്ട് എന്ത് ചെയ്യാനാ മോനെ? നീ കഴിച്ചോ? എന്നാ ഓക്കെ. അല്ലെങ്കിൽ വേണ്ട, അമ്മാവൻ തന്നെ കഴിച്ചോ. അമ്മാവന് കള്ളന്മാരോട് ഏറ്റുമുട്ടാൻ വേണ്ടി നല്ല ശക്തി കിട്ടും. അതിന് കള്ളന്മാർ എവിടെയാണ് മോനെ? അവരേതായാലും വന്നോണ്ടിരിക്കുകയാണല്ലോ. അത് പിന്നെ അവരേതായാലും വരുമല്ലോ, വരാതിരിക്കില്ലല്ലോ. കള്ളന്മാരേതായാലും കള്ളന്മാർ തന്നെയല്ലേ, അപ്പൊ വരുമല്ലോ. അല്ല അല്ല, ഇവരെങ്ങനെ 4 പേരായത്? ആര് 4 പേരായ കാര്യമാ മോനെ നീ പറയുന്നത്? 4 പേരല്ല, നിഴല് പോലെ കാണുന്നില്ലേ, കള്ളന്മാരാന്ന് തോന്നുന്നു. വേഗം പിടിക്കവരെ.
ഒരു കാര്യമില്ല മോനെ, അവരെന്നെ ഇടിച്ച് താഴെ ഇട്ടിട്ട് എല്ലാം മോഷ്ടിച്ചോണ്ട് പോയി കളയും. അതുകൊണ്ട് അവരെന്താന്ന് വെച്ചാ ചെയ്തോട്ടെ മോനെ. ഇല്ല, ഞാൻ അവരോട് ഏറ്റുമുട്ടും. അമ്മാവൻ തൽക്കാലം ഈ ഹൽവഴിക്ക് അടിക്കാനുള്ള ശക്തി കിട്ടും. സോർദാർ അമ്മാവനോടുള്ള ഇഷ്ടം കൊണ്ട് ഉണ്ടാക്കി അയച്ചതാ. സോർദാറിന് അമ്മാവന്റെ കാര്യത്തിൽ ഭയങ്കര കോൺഫിഡന്റാ. അമ്മച്ചി, അമ്മച്ചി, കൊച്ചളിയെ എന്നെ എന്തിനാ വെറുതെ അടിച്ചത്? എന്റെ കുട്ടിയെ വെറുതെ വിട്, ഇല്ലെങ്കിൽ നീയൊക്കെ വിവരം അറിയും. വെള്ളക്കത്തുകളെ എന്തോ ചെയ്യും? എന്റെ കുട്ടിയുടെ നേരെ കൈ ഓങ്ങുന്നോ കള്ളത്തെമ്മാടികൾ, നിന്നെയൊക്കെ ഞാൻ ഇപ്പൊ ശരിയാക്കി തരാം. മുന്നിൽ ട്രാഫിക് ജാമാണ്. ഇനി അവന്മാർക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. സംശയട്ടോ? ട്രിപ്പിൾസ് പോവുകയാണ്. ഇത് നിയമപ്രകാരം തെറ്റാണ്. സാറ് ട്രിപ്പിൾ സീറ്റ് മാത്രമേ കാണുന്നുള്ളൂ. അവന്മാരെ ബാഗ് അടിച്ചു മാറ്റിക്കൊണ്ട് പോവാ. അത് അതിനേക്കാളും വലിയ കുറ്റമാണ്. സംശയമുണ്ടോ? രണ്ട് നിയമപ്രകാരം അകത്താക്കും. പിടിക്കവരെ. എന്റെ ഡോറ് എന്തുവാ കാണിക്കുന്നേ? അവർ ഇവിടെ തന്നെ ഉണ്ടാകും. ഇവിടെ നിന്ന് എങ്ങോട്ടും പോകാൻ ഒരു സാധ്യതയും ഇല്ല. അതെ, ഇവരെ പിടിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള സ്ഥലത്ത് നിന്ന് മോഷ്ടിച്ച സാധനവും കണ്ടെത്താനാവും. ഇന്ന് ഞാൻ ഇവരെ വിടില്ല. വരൂ. ഇത് ബാഗ് ഉണ്ടാക്കുന്ന ഫാക്ടറി ആണെന്നാ തോന്നുന്നത്. ഇതൊന്നും ഉണ്ടാക്കിയതല്ല, മോഷ്ടിച്ചതാണ്. ഞാൻ കുടുങ്ങി. ഇപ്പൊ ഇതാ മടങ്ങി. അത് ശരി, പോലീസിനെ കൂട്ടിക്കൊണ്ട് വന്നിരിക്കുകയാണോ? ഇത് കൊള്ളാം. ഗ്രൂപ്പ് സ്റ്റഡീസ് എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ ഗ്രൂപ്പായിട്ടുള്ള കള്ളന്മാരെ ഞാൻ ഇപ്പോഴാ കാണുന്നത്. സംശയമുണ്ടോ? മാഡം, മാഡത്തിന്റെ സൂക്കേഴ്സ് എന്താ ഇപ്പോഴും വരാത്തെ? എടാ, അത് വരികയൊന്നുമല്ല, പോവുകയാണ്. സംശയമുണ്ടോ? കഴുത ബെൽറ്റിലാണ് സൂട്ട് കേസ് വരുന്നത്. നീ അങ്ങോട്ടൊന്ന് നോക്കടാ കഴുത. എക്സ്ക്യൂസ് മീ മിസ്റ്റർ, അത് എന്റെ ബാഗാണ്. അതെനിക്കറിയാം.
ഇയാളെന്തായാലും നല്ല ഹെൽപ്പിംഗ് മെന്റാലിറ്റി ഉള്ള ആള് തന്നെയാണ്. ഞാൻ കണ്ടില്ലേ മാഡത്തിന്റെ ബാഗ് പുറത്തോട്ട് കൊണ്ടുപോവുകയാണ്. എടാ പുറത്തേക്ക് കൊണ്ടുപോവല്ല, മോഷ്ടിച്ചോണ്ട് പോവുക. പിടിക്കവനെ. കള്ളൻ നിക്കടാ, കള്ളാ. കുട്ടികളെ, അവൻ പുറത്തേക്ക് ഓടുകയാണ്. ഇവരെല്ലാം വലിയ ഗ്യാങ് ആണ്. വേഗം സെക്യൂരിറ്റി. വേഗം പോ. ഇനിയും വേഗത്തിൽ പണി, ഇനിയും വേഗത്തിൽ. ഇനി എങ്ങനെ വേഗത്തിൽ പോവാനാ? ട്രോളിൽ എന്താ ആക്സിലേറ്റർ ഘടിപ്പിച്ചിട്ടുണ്ടോ? ഒരുപാട് വേഗത്തിൽ അങ്ങോട്ട് പോകാനായിട്ട്. ഇയാളെ ഉടൻ തന്നെ നിർത്തിയേ മതിയാകൂ. എടാ ബാരിക്കേഡ്സ് മാറിക്കോ. ബണ്ണേ നിർത്ത്. എടാ കഴുതേ, ട്രോളിയിൽ ആക്സിലേറ്റർ ഇല്ലല്ലോ, അപ്പൊ പിന്നെ ബ്രേക്കും ഉണ്ടാവില്ലല്ലോ. ഈഷ്. ഓ കൊള്ളാം, ഇതെനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടിരിക്കുന്നു. ഈഷ്, അതിന്റെ മൂക്കിലേക്കാണ് പോയത്. അത് പാട്ട് വായിക്കൊക്കെ തെറ്റിയിരുന്നെങ്കിൽ ഈ പ്രശ്നമൊന്നും ഉണ്ടാവില്ലായിരുന്നല്ലോ. ഈഷ്, നിങ്ങളുടെ കുസൃതി കാരണമാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ഇന്നെന്താ പറന്ന് പറന്ന് വന്നാണല്ലോ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. സോറി പാണ്ഡ സാറേ, ഞങ്ങൾ എയർപോർട്ടിലെ ബാഗ് കള്ളന്മാരെ പിടിക്കാൻ പോവുകയായിരുന്നു. ഹണി അതാ പോകുന്നു കള്ളൻ, നോക്ക്. ഈഷ്, സാർ വേഗം പുറകെ വാ. ഈഷ്, അതൊക്കെ നിങ്ങളെ പറഞ്ഞു പുറകെ വരാൻ കഴിയും. റിപ്പോർട്ട് എഴുതണം. ഇതാ റിപ്പോർട്ട് എഴുതി കഴിഞ്ഞു. ഇനിയൊന്ന് വേഗം വാ. അങ്ങിരിക്ക്, ഞാൻ വണ്ടി ഓടിക്കാം. ഈഷ്, ഞാൻ കേറിയില്ല. കൂട്ടുകാരെ, നിങ്ങൾ ബാഗ്സ് എല്ലാം ശ്രദ്ധിച്ചോളൂ. എന്തായാലും ഇവന്മാരുടെ കാര്യം ഇനി ഞാൻ ഏറ്റു. ആഹാ. ഹണി, ഡോക്ടർ, അവിടുന്ന് വേഗം ഓടിക്കോ. അയ്യോ, ഞാനിതാ കുടുങ്ങി. അയ്യോ, നിങ്ങളല്ലേ ബാഗ് മോഷ്ടാവ്. ഇനി ജയിലിൽ കിടക്കാൻ പറ്റില്ല. നിനക്കുള്ള സമയം എത്തിപ്പോയി. എനിക്ക് മനസ്സിലായി, എനിക്കെല്ലാം മനസ്സിലായി. നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ എല്ലാം വളരെ വ്യക്തമായി തന്നെ എനിക്ക് മനസ്സിലായി. അമ്മാവ വെറുതെ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. അമ്മാവന് ഒരു പ്രശ്നവുമില്ല.
അത് ശരി, ഇത്രയും വലിയൊരു കരടി എന്നെ കയറി അമ്മാവാന്ന് വിളിക്കുന്നോ? അപ്പൊ അതിന്റെ അർത്ഥം എനിക്ക് വല്ലാതെ വയസ്സായെന്നല്ലേ? ഇനി ഈ കളവനെ കൊണ്ട് ആർക്കും ഒരു പ്രയോജനവും ഉണ്ടാവില്ല. ഇവിടെ വരൂ. എന്തുകൊണ്ടാണ് ഇത്രയും വലിയ കരടി എന്ന് പറഞ്ഞത്? സത്യത്തിൽ എന്റെ ശരീരം വളരെ വലുത് തന്നെയാണ്. പക്ഷേ മനസ്സ് വെച്ച് നോക്കുമ്പോൾ എനിക്ക് പ്രായം 20 ആണ്. ഓ, ഡോക്ടറെ അമ്മാവിന്റെ കോൺഫിഡൻസ് കൂട്ടാൻ വേണ്ടിയാ ഇങ്ങോട്ട് കൊണ്ടുവന്നത്, അല്ലാതെ ഡോക്ടറുടെ ഫ്രസ്ട്രേഷൻ മാറ്റാൻ വേണ്ടിയല്ല. സംശയമുണ്ടോ? മനസ്സിലായി. മനസ്സുള്ളവർക്ക് മനസ്സിലുള്ള കാര്യം മനസ്സിലാക്കിയെടുക്കാൻ അധിക സമയം വേണ്ടിവരില്ല. അമ്മാവ, ജീവിതത്തിൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ട്രെയിൻ പിടിച്ചായാലും നമ്മുടെ അടുത്തെത്തിയിരിക്കും. അത് അമ്മാവന്റെ കോൺഫിഡൻസിനെ കണ്ടെയ്നർ പോലെ എടുത്തുയർത്തിക്കൊണ്ടു പോകും. പക്ഷെ ആ സമയം തന്നെ നമ്മുടെ ഉള്ളിലെ ധൈര്യമെന്ന പാറ ഒരിക്കലും അടർന്നു പോകാതെ നോക്കണം. മോനെ, മനസ്സിൽ ധൈര്യം എന്ന കരിമ്പാറ എപ്പോഴേ അടർന്നു പോയി. ഇനി സത്യത്തിൽ ആ കരിമ്പാറ കൊണ്ട് ഒരു പള്ളി പോലും പണിയാൻ കഴിയില്ല, അറിയുമോ? ഓ, ദുഃഖത്തിന്റെ പാവയ്ക്ക ജ്യൂസ് കുടിച്ചതിന് ശേഷം ധൈര്യത്തിന്റെ തേൻ കഴിച്ചാൽ അവിടെ മധുരിക്കുന്ന സന്തോഷം ഉണ്ടാവും. അതിലൂടെ തീർച്ചയായും കരുത്ത് കിട്ടും. ഇവിടെ വരൂ. എന്നിട്ട് ധൈര്യത്തിന്റെ ചക്രം ധരിക്കൂ.